അധ്യാപകരോട് തട്ടിക്കയറുന്ന വിദ്യാർത്ഥികൾ വളർത്തു ദോഷമാണോ? കഴിഞ്ഞ ആഴ്ച പാലക്കാട് ജില്ലയിൽ നടന്ന ഒരു സംഭവത്തിന്റെ വീഡിയോക്ക് താഴെ ഇത്തരത്തിലുള്ള കമന്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. നല്ല തല്ല് കിട്ടാത്തത് കൊണ്ടാണ് ആ കുട്ടി ഇങ്ങനെ ആയത്. ചിലർ കമന്റ് ചെയ്തു അമിതമായി ലാളിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ആയത്. എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് യഥാർത്ഥ പാരന്റിങ്. നമ്മുടെ കുട്ടികൾ ഒരു കാരണവശാലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സമൂഹത്തിലോ സ്കൂളിലോ പോയി ഇതുപോലെ പൊട്ടിത്തെറിച്ച് സംസാരിക്കൂല. വീട്ടിൽ ഇതിന്റെ ചെറിയ ചെറിയ പെരുമാറ്റങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ടാകും, നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാകും. ഓപ്പോസിഷനിൽ ഡിവൈൻ ഡിസോർഡർ അഥവാ ODD പോലെയുള്ള കുട്ടികളിൽ ഇത്തരം പെരുമാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ചികിത്സ തേടേണ്ട ഒന്നാണ്. ഇത് ജനറ്റിക് ആണ്, ഹോർമോൺ വ്യതിയാനമാണ്, വീട്ടിലെ സാഹചര്യങ്ങളിൽ നിന്ന് ഉണ്ടായതാണ്, അവിടുത്തെ പ്രശ്നങ്ങളിൽ നിന്ന് ഉണ്ടായതാണ്. ഇത് കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളെ കുറിച്ച് എന്തെങ്കിലും ഒരു പരാതി കേട്ട് കഴിഞ്ഞാൽ അമിതമായി കുട്ടികളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ചില ആളുകളെയും കാണാറുണ്ട്. പാരന്റിങ് മീറ്റിംഗ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അത് അമ്മ മീറ്റിംഗ് മാത്രമായിട്ടാണ് കാണാറുള്ളത്. പിതാക്കന്മാർ, അച്ഛന്മാർ അവിടെ ഉണ്ടാകാറില്ല. ഈ ചില സ്കൂളിൽ നിന്നൊക്കെ പൊതുവിദ്യാലയത്തിൽ നിന്നൊക്കെ പറയാറുണ്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ വലിയ പ്രശ്നമില്ല, അവരുടെ മാതാപിതാക്കളൊക്കെ ഞങ്ങൾക്കറിയാം, പരിസരത്തുള്ളതാണ്. പക്ഷേ ഇവിടെ മെറിറ്റിൽ വന്ന ഹയർ സെക്കൻഡറിയിലുള്ള കുട്ടികളിൽ നിന്ന് അമിതമായിട്ട് കുറച്ച് ഓവറായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അവരെ നിയന്ത്രിക്കാൻ കഴിയാറില്ല. പല നാടുകളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. പലപ്പോഴും പാരന്റിംഗ് മീറ്റിങ്ങിൽ വരുന്ന അമ്മമാര് കുട്ടികളെ കുറിച്ച് കേൾക്കുന്ന പരാതികൾ പലപ്പോഴും അച്ഛന്മാരടുത്ത് എത്തിക്കൂല. ഈ ആൺകുട്ടികൾക്ക് അമ്മമാരെ സ്വാധീനിക്കാനുള്ള വല്ലാത്തൊരു കഴിവുണ്ട്. മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ കുട്ടികളുടെ സ്കൂളുകൾ സന്ദർശിക്കുക. കാത് തുറന്നു പിടിച്ചുകൊണ്ട്, കണ്ണും കാതൊക്കെ തുറന്നു പിടിച്ചുകൊണ്ട്, രണ്ട് കൈകളും കൂട്ടി പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ മക്കളെ പുതിയ ലോകത്ത് വളർത്തേണ്ടത്.